കൊട്ടിക്കലാശം നടന്ന ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ന്യൂസ് അവർ എന്തായിരുന്നു ചർച്ച ചെയ്തത്? ന്യൂസ് ലാബ് പോലെയൊരു മാധ്യമ വിശകലന പരിപാടി ചെയ്യുമ്പോൾ ഇത്തരമൊരു ആകാംക്ഷ സ്വാഭാവികമാണ്. ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന ചർച്ച അങ്ങനെ കണ്ടു കേട്ടു. വിനു വി ജോൺ നയിച്ച ചർച്ചയുടെ ഫോക്കസ് എന്തായിരുന്നു? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ ഫേവർ ചെയ്യുന്ന ചർച്ചയാണോ ന്യൂസ് അവറിൽ നടന്നത്? ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യാൻ വിനു വി ജോണിന് കഴിഞ്ഞോ? ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിനു വി ജോൺ മുന്നോട്ട് വെച്ച ചോദ്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. 1. പണമിറക്കിയുള്ള പ്രൊപ്പഗണ്ട സ്വാധീനിക്കുമോ? 2. പ്രചാരണം തീരുമ്പോൾ ആരാണ് മുന്നിൽ? 3. വിവാദങ്ങൾ വോട്ടിനെ എങ്ങനെ ബാധിക്കും? 4. മുഖ്യമന്ത്രിയുടെ ഭാഷ വിവാദമാകുന്നോ? 5. ആർക്കാണ് വോട്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞോ? 6. 2018 പ്രളയത്തിന് ഉത്തരവാദി സർക്കാരോ? 7. ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്നുണ്ടോ? കാളവാല് പൊക്കുന്നത് എന്തിനെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവർക്കൊക്കെയും ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവർ ചെയ്യാൻ പോകുന്നതും വളരെ വേഗം തിരിച്ചറിയാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 1 പതിറ്റാണ്ടിലേറെ കാലമായി ഏഷ്യാനെറ്റ് എന്താണോ ചെയ്യുന്നത് അത് കുറച്ചുകൂടി വിശാലമായും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിലുമുള്ള വിശകലനങ്ങൾ അടങ്ങിയതായിരുന്നു എന്നതാണ് 1 മണിക്കൂറോളം വരുന്ന ചർച്ചയുടെ കാതൽ. ആർക്കാണ് ഇത്തവണ വോട്ടെന്ന് കേരളത്തിലെ വോട്ടർമാർ ഉറപ്പിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉയർന്ന വിവാദങ്ങൾ അവരുടെ വോട്ടിനെ എങ്ങനെയാണ് സ്വാധീനിക്കുക? ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഈ പ്രചാരണ വേളയിൽ പ്രകടമായിരുന്നു. പണമിറക്കിയുള്ള പ്രൊപ്പഗണ്ട വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും? ഒന്നാമത്തെ പോയിന്റാണ് എന്നെ ഹഠാത് ആകർഷിച്ചത്. പണമിറക്കിയുള്ള പ്രൊപ്പഗണ്ട സ്വാധീനിക്കുമോ? ആരുടെ പണം? ആരുടെ പ്രൊപ്പഗണ്ട? പതിവ് പോലെ ഉന്നമിട്ടിരിക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. നമ്മൾ ഈ പ്രൊപ്പഗണ്ട എന്നൊക്കെ പതിവായി കേൾക്കുന്നതാണെങ്കിലും എന്താണ് പ്രൊപ്പഗണ്ട എന്ന കാര്യത്തിൽ സാധാരണക്കാരായ പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ ധാരണയുണ്ടാകാൻ ഇടയില്ല. ഇവിടെയാണ് വിനു വി ജോണിനെ പോലെയുള്ളവർ വിജയിച്ചു കയറുന്നതും. ബുദ്ധിജീവികളല്ല, സാധാരണക്കാരാണ് ടെലിവിഷൻ ചർച്ചകളുടെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും. വിനു വി ജോൺ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൊപ്പഗണ്ട എന്ന യമണ്ടൻ വാക്ക് എടുത്ത് ടോപ്പ് ബാൻഡിൽ കൊടുക്കുമ്പോൾ അത് എന്താണെന്നൊന്ന് പഠിക്കണം എന്നതാണ് ആദ്യത്തെ അപേക്ഷ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം പഠിച്ചിറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് പ്രൊപ്പഗണ്ട എന്ന സംഗതിയൊക്കെ പഠനകാലത്ത് കേട്ടുപോയൊരു വാക്ക് മാത്രമായിരിക്കും. അത് ചക്കയാണോ മാങ്ങയാണോ എന്നൊന്നും അക്കാലത്ത് മനസ്സിലായിട്ടുണ്ടാകാനും സാധ്യതയില്ല. അതിനു പകരം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവരോടോ കമ്മ്യൂണിക്കേഷൻ തിയറികൾ നല്ല നിലയ്ക്ക് പഠിച്ചവരോടോ മാസ് കമ്മ്യൂണിക്കേഷനിൽ PhD എടുത്തവരോടോ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് ഉപകാരപ്പെടും തീർച്ച. ന്യൂസ് അവറിൽ തന്നെ വിനു വി ജോൺ അത് പ്രകടമാക്കുന്നുമുണ്ട്. അതിലേക്ക് ഒടുവിൽ വരാം. വളരെ ലളിതമായി പറഞ്ഞാൽ മനുഷ്യരുടെ ചിന്തകളെ, പ്രവൃത്തികളെ, പെരുമാറ്റങ്ങളെ, അഭിപ്രായങ്ങളെ, അഭിരുചികളെ സ്വാധീനിക്കാൻ കഴിയും വിധമുള്ള ഒരു വിശാല പദ്ധതി വ്യാജമായ വിവരങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് പ്രൊപ്പഗണ്ട എന്ന് നമ്മൾ വിളിക്കുന്നത്. പ്രൊപ്പഗണ്ട എന്നത് ഒരു ചെറിയ മീനല്ല. ഒരാഴ്ച വേണമെങ്കിലും പ്രൊപ്പഗണ്ട എന്ന വാക്ക് മാത്രം ചർച്ചയ്ക്കെടുക്കാൻ കഴിയും. എന്നാൽ പോലും തീരാത്ത സബ്ജക്റ്റാണ് എല്ലാവരും എടുത്തിട്ടിളക്കുന്ന പ്രൊപ്പഗണ്ട എന്ന വാക്ക്. അതുകൊണ്ട് തൽക്കാലം അക്കാദമിക് പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് എവിടെയാണ് സർക്കാർ പണമിറക്കി പ്രൊപ്പഗണ്ട നിർമ്മിച്ചത് എന്ന് വേണമെങ്കിൽ പരിശോധിച്ച് കളയാം. സർക്കാരിൻ്റെ കാര്യം ഇനി പോട്ടെ. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പണം കൊടുത്ത് പ്രൊപ്പഗണ്ട നിർമ്മിച്ചോ? അതിനുള്ള എന്ത് തെളിവാണ് നിങ്ങളുടെ പക്കലുള്ളത്? 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, അതും നമ്മളുടെ എല്ലാം കൺമുന്നിലുള്ള കാര്യം, നമ്മളൊക്കെയും അനുഭവിക്കുന്ന കാര്യത്തെ പ്രൊപ്പഗണ്ട, അതും പണമിറക്കിയുള്ള പ്രൊപ്പഗണ്ട എന്നൊക്കെ ഇകഴ്ത്തുമ്പോൾ വെളിവുള്ളവർ അത് വലിച്ചു കയറി ഉടുക്കും എന്നോർക്കണം. CPMൽ നിന്നോ ഇടതുപക്ഷത്തു നിന്നോ ഒരു പ്രതിനിധി പോലും ഇല്ലാതെ 4 ആൾ കൂടി നട്ടാൽ കുരുക്കാത്ത നുണകളുടെ മേമ്പടിയോടെ ചർച്ചിക്കുകയാണ്. ന്യൂസ് അവർ ആണത്രേ ന്യൂസ് അവർ. നമുക്ക് ഏതാണ്ട് തുല്യം പിടിച്ചു ആ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ PR എക്സസൈസിലൂടെ
ഈ എല്ലാ 100 മീറ്ററിലും വെച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഫ്ലക്സിലൂടെ ആവർത്തിച്ച് മുഖ്യമന്ത്രി എന്നുള്ളൊരൊറ്റ മുഖത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ ഒക്കെ അങ്ങനെ ഒരു പ്രതീതി ജനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ മാധ്യമ സ്ഥാപനങ്ങളുടെ സർവേയിലൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് അത് പ്രചരണ രംഗത്തും PR രംഗത്തും ഉള്ള ഒരു വിജയമാണ്. പക്ഷേ ജനങ്ങൾ അതിന് നിങ്ങളുടെ ചോദ്യത്തിൽ ഈ ന്യൂസ് അവറിൻ്റെ ചോദ്യത്തിൽ തലക്കെട്ടിൽ ഉന്നയിച്ചതുപോലെ ജനങ്ങൾ ഉറപ്പിച്ചോ എന്നുള്ളിടത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉറപ്പിച്ചു. സാധാരണ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയാറുള്ളത് പോലെ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ ഈ തീരുമാനമെടുക്കുന്നത്. ഈ PR എക്സസൈസ് മാത്രം കണ്ടിട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റായ പ്രചാരണം തീരുമ്പോൾ ആരാണ് മുന്നിൽ എന്ന ചോദ്യത്തിന് ന്യൂസ് അവറിൽ കൃത്യമായ ഉത്തരമൊന്നുമില്ലായിരുന്നു. കുട്ടിക്കലാശം നടന്ന ദിവസമായതുകൊണ്ട് ഒരു ഗുമ്മിന് ഇട്ടതാണെന്ന് കരുതുന്നു. ചർച്ച തുടങ്ങി വെച്ചത് B. അശോക് IAS ആണ്. 2016 മുതലുള്ള വോട്ട് വിഹിതത്തിൻ്റെ കണക്കുകളും ലോക്സഭയിലും തദ്ദേശത്തിലും ഇടതു മുന്നണിക്ക് കിട്ടിയ വോട്ട് കുറവായതുമാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചയുടെ പ്രധാന പോയിന്റ്. ലോക്സഭ, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്ത പാറ്റേണുകളാണ് വോട്ടെടുപ്പിൽ ഉണ്ടാകുന്നതെന്ന് നമുക്കേവർക്കും അറിവുള്ളതാണ്. പക്ഷേ ഭരണ തുടർച്ച മൂലം ഉണ്ടാകാവുന്ന ഭരണവിരുദ്ധ വികാരം കൊണ്ട് മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകില്ല എന്ന നിഗമനത്തിലാണ് അദ്ദേഹം. മോദി സൂപ്പർ എന്ന് പറയുന്ന B. അശോകിൽ നിന്ന് പിണറായി വിജയന് അധികാര തുടർച്ച ഉണ്ടാകുമെന്ന വാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. നമുക്കറിയാവുന്ന പോലെ 24 ജൂണിൽ ലോക്സഭാ ഇലക്ഷനെ നേരിട്ടു. അപ്പോൾ LDFൻ്റെ വോട്ടിംഗ് ശതമാനം എത്രയായിട്ട് കുറഞ്ഞു? 33.6. UDF 45.21. അവിടെ NDA 19.24. ഇതാണ് നമുക്ക് 24-ൽ കിട്ടിയ റിട്ടേൺസ്. അത് ജൂലൈ 2024. അവിടെ നിന്ന് നമ്മൾ ഡിസംബർ 2025-ൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് വേറെയാണ്, വോട്ടേഴ്സ് സംഖ്യ വേറെയാണ്, ടേൺ ഔട്ട് വേറെയാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ എന്നാലും ഏതാണ്ട് ഒരേ ആളുകൾ വോട്ട് ചെയ്യുന്നു, ഒരേ മുന്നണികൾ മത്സരിക്കുന്നു. അവിടെ ഇൻഡിപെൻഡൻസ് ഒരുപാട് പേര് അധികം ഉണ്ടാവും. വോട്ടിംഗ് കോമ്പിനേഷൻസും മണ്ഡലങ്ങളും വ്യത്യസ്തമാണ്. അതെല്ലാം ശരിയാണ്. എന്നിരുന്നാലും എന്താണ് നേരിടുന്ന ആൻറ്റി ഇൻകംബൻസി എന്ന് ചോദിച്ചാൽ അതിൽ LDF നേടിയ വോട്ടിംഗ് ശതമാനം 33.45 അതായത് 0.2% വീണ്ടും കുറഞ്ഞു. വിവാദങ്ങൾ വോട്ടിനെ എങ്ങനെ ബാധിക്കും എന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഭാഷ വിവാദമാകുന്നോ എന്ന ചോദ്യവും വിനു ന്യൂസ് അവറിൽ ഉൾപ്പെടുത്തിയിരുന്നു. സങ്കടകരമെന്ന് പറയട്ടെ, പിണറായി വിജയൻ്റെ ഭാഷ ചർച്ച ചെയ്യാൻ വിനു തയ്യാറായില്ല. തയ്യാറായാൽ രേവന്ത് റെഡ്ഡിക്കും കോൺഗ്രസിനും ക്ഷീണമുണ്ടായാൽ അതെങ്ങനെ വിനു വിജയന് താങ്ങാൻ കഴിയും? എന്നെ അത്ഭുതപ്പെടുത്തിയത് സീനിയർ ജേർണലിസ്റ്റായ രാജേഷ് രാമചന്ദ്രൻ്റെ വാദഗതികളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആവർത്തിക്കുമെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ്. ഇതൊക്കെയല്ലേ വോട്ടെടുപ്പിന് മുന്നേയുള്ള ചൂണ്ടുപലകകൾ എന്നാണ് രാജേഷ് ചോദിക്കുന്നത്. രാഷ്ട്രീയ വോട്ടുകളെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇടതുപക്ഷമുണ്ടാക്കിയ പ്രാതിനിധ്യവും നേട്ടവും എന്തേ ഇദ്ദേഹം കാണാതെ പോകുന്നു? അതായത് 3 മുന്നണികളെയും വിമർശിക്കുന്നു എങ്കിലും BJPയോട് അല്ലെങ്കിൽ കോൺഗ്രസിനോട് അടുത്ത് നിൽക്കുന്ന നിലപാടാണ് മാധ്യമപ്രവർത്തകനായ രാജേഷ് രാമചന്ദ്രൻ സ്വീകരിക്കുന്നത്. ഹേമന്ത് സോറൻ്റെയും കെജ്രിവാളിൻ്റെയും ഗതി പിണറായിക്ക് വരാത്തതിൽ മാധ്യമപ്രവർത്തകനായ ഈ മനുഷ്യൻ അതീവ സങ്കടത്തിലാണ്. ഇപ്പോൾ അവർ എടുക്കുന്ന ഒരു നിലപാട് ഹേമന്ത് സൊറേനോട് എടുത്ത ജാർഖണ്ഡിലെടുത്ത നിലപാടോ അല്ലെങ്കിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനോട് എടുത്ത നിലപാടോ അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതായത് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ LDF ആണ് ഉതകുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ആർക്കാണ് വോട്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞോ എന്ന ചോദ്യമാണ് ഈ ചർച്ചയിൽ വിനു പ്രധാനമായി ഉന്നയിച്ച മറ്റൊന്ന്. വോട്ട് ആർക്കാണെന്ന് നിങ്ങൾ, അതായത് പ്രേക്ഷകർ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചർച്ച കണ്ടിട്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഉറപ്പിക്കൂ എന്നാണ് വിനു പറയാതെ പറയുന്നത്. ആറാമത്തെ ചോദ്യമായ 2018 പ്രളയത്തിന് ഉത്തരവാദി സർക്കാരോ എന്നത് ഇന്നലെ പകൽ തന്നെ അസ്തമിച്ചു പോയ വാർത്തയായിരുന്നു. പക്ഷേ ചർച്ച ചെയ്താൽ 10 വോട്ട് വലതുപക്ഷത്തേക്ക് ചായ്ക്കാൻ കഴിയുമോ എന്ന് വിനു കരുതുന്നതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്നുണ്ടോ എന്ന അവസാന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമില്ലെങ്കിലും വിനു ഉദ്ദേശകാര്യം നടന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ന്യൂസ് അവർ അവസാനിപ്പിച്ചുകൊണ്ട്
വിനു വി ജോൺ എന്ന മാധ്യമ പ്രവർത്തകൻ ആത്മകഥം എന്നോണം ഉച്ചരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ നേതാക്കൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന നമ്മളുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം അനുസരിച്ച് ചിന്തിച്ചാൽ, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നത് മുതൽ ഡാഷ് മോനെ നിനക്കുള്ള മറുപടി പിന്നാലെ വരുന്നുണ്ട് എന്ന് ചില പ്രതികരണങ്ങളാണ് നമ്മെ നൊമ്പരപ്പെടുത്തുന്നത്. ഇവരൊക്കെ എങ്ങനെ നേതാക്കളായിരിക്കുന്നു എന്ന് ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. മറ്റേ മാമനെ മുഹൂർത്ത സമയം ഇപ്പൊ മുണ്ട കൊടുത്തോണ്ട് വന്നേക്കണ്. ഞങ്ങളൊക്കെ എവിടെ നിന്നാ വരുന്നേ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചത് ഞങ്ങളൊക്കെ എവിടെ നിന്നാ വന്നേന്ന്. അല്ല, നിങ്ങൾ ചോദിച്ചത് എനിക്ക് എത്ര കൂടി പിടിയിട്ടില്ലാന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ ഒരു ദിവസം വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് എത്ര ശമ്പളം കിട്ടും. ശേഷം ന്യൂസ് അവറിൻ്റെ മൊണ്ടാഷ് വരുന്നു. ഞാൻ കരുതുന്നത് ലേപ്പൽ മൈക്കും ടോക്ക് ബാക്കും അഴിച്ചു വെച്ച് വിനു വി ജോൺ ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞ് കാണുമെന്നാണ്. അത്രയ്ക്ക് ശോകമൂകമായിരുന്നു ചർച്ച. പിന്നെ ആകെയുള്ളൊരാശ്വാസം, സ്ഥിരം കാണുന്ന സുഹൃത്തുക്കളെ കാണാതിരുന്നാൽ നമുക്ക് സങ്കടം തോന്നില്ലേ? അതെന്തായാലും വിനു വി ജോണിന് ഉണ്ടായിക്കാണില്ല. ജോസഫ് സി മാത്യു കൃത്യസമയത്ത് തന്നെ ഹാജർ ആയിരുന്നതിനാൽ ആ സൗഹൃദത്തിന് ഉലച്ചിൽ തട്ടില്ലെന്ന ഉറപ്പിൽ, ഇന്നും അവർ തമ്മിൽ കാണുമെന്ന ഉറപ്പിൽ ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.